ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മൾ അവസാനം ഉമ്മാനും ഉപ്പാനും പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം അന്നത്തെ ദിവസം ഒരു 1 മണി ആകുന്ന സമയത്താണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഒരു 4 മണിയിലാവുന്ന സമയത്ത് ഉപ്പവും കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തും. ആ സമയത്ത് നമുക്ക് അവിടെ എത്തണം. അപ്പോൾ നമ്മളിതാ അങ്ങനെ പോകുമ്പോൾ ഞാനും ഉക്കാവും പിന്നെ വണ്ടിയിൽ ഏട്ടത്തെയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് ഏട്ടത്തിൻ്റെ മോളെ സ്കൂളിലേക്കാണ് കേട്ടോ. ഓളെയും കൂടി പിക്ക് ചെയ്യാനുണ്ട്. പോകുന്ന സമയത്ത് ഓളെയും കൂടി കൂട്ടാമെന്ന് വിചാരിച്ച്. ഓള് മന്ത്ലി എക്സാമാണ് സ്കൂളിൽ, അതുകൊണ്ട് ക്ലാസ് ലീവ് ആക്കിയിട്ടില്ല കേട്ടോ. അന്ന് രാവിലെ പോയിട്ടുണ്ടായിന്. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ഓളെ കൂട്ടിയിട്ട് പോകാമെന്ന് കേട്ടോ. അങ്ങനെ നേരെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ സ്കൂളിലേക്ക് പോയത് ഒരു ഉച്ച ടൈമിനല്ലേ, അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടിട്ടില്ല ഒരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് അവിടെ ഓളെ വെയിറ്റാക്കി എന്നിട്ടുണ്ടായിന്. കാരണം ഓളെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വിചാരിച്ചതൊന്നല്ല കേട്ടോ. അപ്പോൾ ഓള് വരുന്നത് ഓൾക്ക് അറിയേയില്ല. അങ്ങനെ അമ്മ പോയിട്ട് കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഓളയും കൂടി പിക്ക് ചെയ്തിട്ട് വന്നു കേട്ടോ. അങ്ങനെ വരുന്ന ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിന്. ഇതായി കാണുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. നല്ല ഫുഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ഒരു 5-10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് നല്ല സ്പീഡായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഫുഡെല്ലാം ഓർഡർ ആക്കുന്നത് നമ്മൾ സാധാ ഫുഡാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. സാധാ മീൽസാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നുണ്ട്. കാരണം അവർ കൃത്യം 4 മണിയാകുമ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞതിനപ്പം അവരിറങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ എന്നറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോവാണ് കേട്ടോ. സമയം വെറുതെ കളയാനില്ല, നമ്മൾ അങ്ങനെ പെട്ടെന്ന് പോവാണ്. പിന്നെ വെച്ചാൽ ഈ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റിലേക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് ഇത്താത്താൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത്താത്താവും മോളും കൂടി ഇത്താത്താൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ 2 വണ്ടിയിലാണ് ഉമ്മാനെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കൃത്യം 4 മണിയാകുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിന്. പക്ഷേ എന്ന് വെച്ചാൽ ആ സമയമാകുമ്പോഴത്തേക്ക് അവർ കോളാക്കിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അവർ ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവർ പുറത്തിറങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായത്. ഒരു 5-10 മിനിറ്റ് ലേറ്റ് ആയതാണ് കേട്ടോ. അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ലേറ്റായി പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ കൃത്യസമയത്ത് എത്തട്ടേനു. പിന്നെ വെച്ചാൽ അവർ ഇറങ്ങുന്ന ആ ടൈമിനേക്ക് അമ്മായിൻ്റെ ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാനും ഉപ്പാനും കൂടി അമ്മായിയും കൂടി വരുന്നുണ്ട് നാട്ടിലേക്ക്. അതുകൊണ്ട് അമ്മായിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മായിൻ്റെ ഫാമിലി ഉണ്ടായതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടായിട്ടില്ല. കാരണം അവരിറങ്ങുന്ന സമയത്ത് അവരുണ്ടല്ലോ, അമ്മായിൻ്റെ ഉമ്മാവും ഉപ്പാവും അനിയത്തിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് പോലാന്ന്. അങ്ങനെ അൽഹംദുലില്ലാ ഉമ്മ ഉപ്പാവും അമ്മായിയും എല്ലാവരും കൂടിയിട്ട് നല്ല റാഹത്തായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന പാട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കലും ചെയ്യുന്നുണ്ട്. പിന്നെ ലഗേജെല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം പിന്നെ അവിടെ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി വണ്ടിയിലേക്ക് കയറി അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ അമ്മായിയും അമ്മായിൻ്റെ ഫാമിലിയും അവരും അങ്ങനെ പോയി. നമ്മൾ ഇങ്ങോട്ടേക്കും വന്ന് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം, അധികം വൈകാനൊന്നും ഇല്ലല്ലോ. അപ്പം ചെറുതായിട്ട് എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കണം. ഉപ്പാക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എത്തിയ സമയത്തിൽ
ഒരു റോഡ് സൈഡിലെ ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കല്ലുമ്മക്കായെല്ലാം അത് കണ്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതാ നല്ല കപ്പയും മീൻ കറിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇടിയിരുന്ന് ചായ കുടിക്കലാണ്. അമ്മേൻ്റെ ഫാമിലി ഉണ്ടായിട്ടില്ല കേട്ടോ, അവർ വേറെ റൂട്ടിലൂടെയാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ നമ്മൾ അവിടുന്ന് കല്ലുമ്മക്കായും ചായയും അതെല്ലാം കുടിച്ചിട്ട് പിന്നെ തിരിച്ചു പോകലാണ്. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ അവിടെ. നല്ല അടിപൊളി ഫുഡെല്ലാം ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഒരു 7 മണി 7:30 ആ ഒരു ടൈമിൽ നമ്മൾ പെർക്കെത്തിയിട്ടുണ്ടായിന്. അപ്പം രാത്രിത്തെ ഫുഡെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അന്നുണ്ടായ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു.